ജനങ്ങൾക്ക് ഇരട്ടടിയായി ഇന്ധനവില ഇന്നലെ വീണ്ടും വർദ്ധിപ്പിച്ചു. 2 ആഴ്ചക്കിടെ കൂട്ടിയത് 8 രൂപയോളമാണ്. ഇന്നിപ്പോഴിതാ CNG വില കിലോയ്ക്ക് 2 രൂപ കൂട്ടിയിട്ടുണ്ട്. ആഗോളതലത്തിൽ എണ്ണവില കുറയുമ്പോഴാണ് കേന്ദ്രത്തിന്റെ ഇരട്ടടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുതിപ്പിന് തടയിടാൻ സംസ്ഥാനത്തിന് സാധിക്കുമോ? അതിന് വകുപ്പുണ്ടോ? നമുക്ക് നോക്കാം ഗ്രാഫിക്സിന്റെ സഹായത്താൽ. എണ്ണവില ഇതെങ്ങോട്ടേക്ക്? ഇറാൻ US കരാറിന് വേണ്ടിയുള്ള ശ്രമം അതിതീവ്രമായി തന്നെ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ എണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. നിലവിലത്തെ കണക്ക് പ്രകാരം $100 താഴെയാണ് ഇപ്പോഴത്തെ എണ്ണവില എന്ന് പറയുന്നത്. എന്നിട്ടും രാജ്യത്ത് ഇന്ധനവില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് പിന്നാലെ വന്ന മോദി സർക്കാരിന്റെ ഇരട്ടടിക്കെതിരെ ശക്തമായ വിമർശനവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിഷയം അതായത് ഇന്ധനവില ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യത, അതുകൊണ്ട് ആ സമയം വർദ്ധിപ്പിക്കാതെ അതിന് പിന്നാലെ ഫലം വന്നതിന് ശേഷം വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നുണ്ട്. അങ്ങനെ ഒരു വിമർശനമാണ് ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഉയർന്നത്. സംസ്ഥാനത്തെ എണ്ണവില എങ്ങനെയാണ്? സംസ്ഥാനത്ത് നിലവിൽ പെട്രോളിന് 102 രൂപ കടന്നിട്ടുണ്ട്. 115 രൂപ 50 പൈസയാണ് തിരുവനന്തപുരത്തെ പെട്രോൾ വില എന്ന് പറയുന്നത്. ഡീസലിന് 100 രൂപ കടക്കുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലാണെങ്കിൽ ഡീസലിന് 102 രൂപയ്ക്ക് മുകളിൽ എത്തിയിട്ടുണ്ട്. കോഴിക്കോടാണെങ്കിൽ 102.73 രൂപയാണ് ഡീസലിന് വില. പെട്രോളിനാണെങ്കിൽ 113 രൂപ 80 പൈസയാണ് വില, ഈ പുതുക്കിയ വില എന്ന് പറയുന്നത്. യെസ്, ഇന്ധനവിലയിൽ നികുതി എത്രത്തോളമാണ്? നമ്മൾ ഒരു ലിറ്റർ പെട്രോളോ ഡീസലോ ഒക്കെ മേടിക്കുന്ന സമയത്ത് അതിന് എത്ര രൂപയാണ് നമ്മൾ നികുതിയായി കൊടുക്കുന്നതെന്നാണ് പരിശോധിക്കുന്നത്. കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ ഇന്ധനവിലയുടെ ഭൂരിഭാഗവും അത് പോകുന്നത് സംസ്ഥാന സർക്കാരിലേക്കാണ്. അതായത് സംസ്ഥാന സർക്കാരിന് അവകാശപ്പെട്ട തുകയാണ്. അതായത് ഏകദേശം ഒരു 30% അതിൻ്റെ അടിസ്ഥാന വാറ്റ് എന്ന് പറയുന്നത്. വാറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മൂല്യവർദ്ധിത നികുതിയാണ് ഈ വാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 102 രൂപ പെട്രോളിന് കണക്കാക്കിയാൽ ഏകദേശം 30 രൂപ സംസ്ഥാന സർക്കാരിന് ലഭിക്കും. 113 രൂപ ഡീസലിന് കണക്കാക്കിയാൽ 33 രൂപ സംസ്ഥാന സർക്കാരിൻ്റെ പോക്കറ്റിലെത്തും. ഇതിന് പുറമെ കേരളത്തിലാണെങ്കിൽ 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ് നമ്മളിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് അഡീഷണൽ ടാക്സ് കൂടി വരുന്നത്. അത് ഏകദേശം 1 രൂപ വരും. ഇവ കൂടാതെ കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവയും ഈടാക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഇന്ധനം വാങ്ങുമ്പോൾ, അതിപ്പോൾ പെട്രോൾ ആയാലും ഡീസൽ ആയാലും എന്തായാലും വാങ്ങിക്കുന്ന സമയത്ത് ഇതൊക്കെ ചേർത്ത് വെച്ചുള്ളൊരു തുകയാണ് 1 ലിറ്ററിന് നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഈടാക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം ഇതായിരിക്കും, അങ്ങനെയാണെങ്കിൽ സർക്കാരിന് സെസ് കുറച്ചുകൂടെ, അധിക നികുതി കുറച്ചുകൂടെ? ശരിക്കും ഈ അധിക തുകയും സെസ്സും വേണ്ടെന്ന് വെക്കാനും അത് കുറയ്ക്കാനൊക്കെ സംസ്ഥാന സർക്കാരിന് സാധിക്കും. അതിന് കേവലം ഒരു സർക്കാരിൻ്റെ ഒരു നോട്ടിഫിക്കേഷനോ അതല്ലെങ്കിൽ ഒരു വിജ്ഞാപനം മാത്രം മതിയാകും. ഈ സംസ്ഥാന നികുതി വകുപ്പിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും വരുന്നത്. ഒരുപക്ഷെ ഈ ബജറ്റിലൂടെയാണ് ഈ സെസ് ഏർപ്പെടുത്തിയത്. പക്ഷേ അത് പിൻവലിക്കാൻ നിയമസഭയിൽ ഒരു പ്രത്യേക നിയമനിർമ്മാണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. സർക്കാരിന് അടിയന്തര ഘട്ടങ്ങളിൽ അങ്ങനെ തീരുമാനമെടുക്കാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. യെസ്, പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും സർക്കാർ ഇടപെടാതിരിക്കുന്നത് അല്ലെങ്കിൽ അത് കുറക്കാതിരിക്കുന്നത്? പക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ അത്ര നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഷയമല്ലത്. 2017 മുതൽ രാജ്യത്ത് GST സംവിധാനം നിലവിലുണ്ട്. ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവരുടെ വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇന്ധനവും മദ്യവുമാണ്. ഇതിലൂടെയാണ് നാട്ടിലെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ നികുതി പണത്തിലൂടെയാണ് ഈ വികസന പ്രവർത്തനത്തിന് ഉൾപ്പെടെയുള്ള നികുതി കണ്ടത്. അതിലിപ്പോൾ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടും, പെൻഷൻ എന്നിവയ്ക്കുള്ള തുകക്കും ഉൾപ്പെടെ ഇതിൻ്റെ ഒരു ഭാഗം അതിലേക്കൊരു ഷെയർ പോകുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്? അത് മുഖ്യമന്ത്രി VD സതീശൻ പറയും. അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ സംബന്ധിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ഞങ്ങൾ ധനകാര്യ വകുപ്പ് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. നികുതി വരുമാനം എത്രയാണ് ഉണ്ടാകുന്നത്, സാധാരണക്കാരന് എത്ര രൂപയാണ് അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കൂട്ടലിലും. പക്ഷേ ഇത് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കൃത്യമായ അതിനൊരു തീരുമാനം, അവസാന തീരുമാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളും തീരുമാനം എല്ലാ ദിവസവും. ഇന്നലെയാണ് VD സതീശൻ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. ഏതായാലും ഖജനാവിൽ പൂച്ചപറ്റി കിടക്കുന്നുവെന്നാണ് അധികാരത്തിലേറത്തിന് പിന്നാലെയുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ സർക്കാർ സെസ് കുറയ്ക്കാൻ തയ്യാറാകുമോ?
അത് പരിശോധിക്കുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? കാര്യം സേഫ് സേനാദ്ദീൻ വിശദീകരിക്കും. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോഴും ഇന്ത്യയിൽ എണ്ണവില ഓരോ ദിവസവും കുതിച്ച് ഉയരുകയാണ്. കഴിഞ്ഞ 8-10 ദിവസത്തിനിടയിൽ മാത്രം വലിയ വർധനവ് ഇന്ധനവിലയിൽ ഉണ്ടായിട്ടുണ്ട്. ഡീസലിന്റെയും പെട്രോളിന്റെയും വില ഓരോ ദിവസവും കൂടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാണാൻ കഴിയുന്നത്. നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ഇന്ധന ഉപയോഗത്തിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തണമെന്ന്. പക്ഷേ ഇന്ധനവില കൂട്ടിക്കൊണ്ടാണ് ആൾക്കാർ ഇന്ധനം ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയുള്ള തന്ത്രം കേന്ദ്ര സർക്കാർ പയറ്റുന്നത് എന്ന് വേണം ഇപ്പോൾ അനുമാനിക്കാൻ. എന്തായാലും അത് കേരളത്തിലെ ജനങ്ങളെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ധനവില വർധനവുണ്ടാകുമ്പോൾ ജീവിത ചെലവ് വലിയ രീതിയിൽ വർദ്ധിക്കും. ഇന്ധനത്തിൻ്റെ ചെലവ് മാത്രമല്ല വർദ്ധിക്കുന്നത്, അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കും. കാരണം അവശ്യ സാധനങ്ങൾ കൊണ്ടുവരുന്നത് വാഹനങ്ങളിൽ ഇന്ധനം അടിച്ചിട്ടാണ്, ആ വണ്ടിയിലാണ് കൊണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ധനവില വർധനവുണ്ടാകുമ്പോൾ അത് അങ്ങനെ വർദ്ധിക്കുകയും ചെയ്യും. ചായയുടെ വില കൂടി, ഊണിൻ്റെ വില കൂടി, ചായ കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. 12 രൂപയൊക്കെ ആയിരുന്നു നേരത്തെ ഇന്ധനക്ഷാമം വന്നപ്പോൾ, അത് 15ലേക്കും 18 രൂപയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് പലയിടങ്ങളിലും. ഊണിൻ്റെ വിലയും സമാനമായ രീതിയിൽ വർദ്ധിക്കുകയാണ്. അതിന് അവർ പറയുന്ന ന്യായം അവർക്ക് പാചകവാതത്തിൻ്റെ അടക്കം വില കൂടുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ വില വർധനവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇന്ധനവില വർധനവും ഇതുമായിട്ടും എല്ലാം ബന്ധമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇന്ധനവില വർധനവുണ്ടായ പശ്ചാത്തലത്തിൽ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന വി ഡി സതീശൻ അടക്കമുള്ളവർ പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ സെസ് കുറയ്ക്കണം എന്നുള്ളതാണ്. നേരത്തെ ഒരു സെസ് ഏർപ്പെടുത്തിയിരുന്നു പെൻഷൻ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക്. അത് പിൻവലിക്കുക, അല്ലെങ്കിൽ സെസ് സംസ്ഥാനത്തിന് കിട്ടുന്ന വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് കിട്ടുന്ന സെസ് കുറയ്ക്കുക, ആ പണം കുറയ്ക്കുക, എങ്കിൽ മാത്രമേ ഈ സംസ്ഥാനത്തിന് ജനങ്ങൾക്ക് എന്തെങ്കിലും ആശ്വാസം നൽകാൻ കഴിയൂ എന്നുള്ള നിലപാടായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF അടക്കം സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുമ്പോൾ, മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് സർക്കാരിൻ്റെ നിലപാട് എന്നുള്ളത്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിഷയത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ധനവകുപ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എത്ര രൂപ നഷ്ടമുണ്ടാകും, ഇത് കുറച്ച് കഴിഞ്ഞാൽ എത്ര രൂപ നഷ്ടമുണ്ടാകും എന്നടക്കമുള്ള ചില ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിശദീകരണമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്തായാലും വിലവർദ്ധന ഓരോ ദിവസവും കയറിപ്പോകുന്നത് കൊണ്ട് എന്തെങ്കിലും 1 രൂപ കുറച്ചിട്ടും കാര്യമില്ല. കാരണം ദിവസവും ഇങ്ങനെ കൂടിപ്പോവുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നുകിലും എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ എത്ര രൂപ കുറയ്ക്കാൻ പറ്റൂ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയൂ എന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നത്. ഇനി അതിൻ്റെ കൂടിയാലോചനകളിലേക്ക് കടക്കുമ്പോഴും ചില പ്രതിസന്ധികൾ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ KSRTCയിൽ 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുകയാണ്. 112 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാരിന് ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അത് ഇന്ധനവില വർദ്ധിക്കുന്നതുകൊണ്ട് ആ ബാധ്യത ഒരുപക്ഷെ വീണ്ടും കൂടിയേക്കാം. അതിനിടയിൽ ഈ സെസ് പിൻവലിക്കുന്നത് കൂടി ആലോചിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണോ, സാമ്പത്തിക അവസ്ഥയിലാണോ കേരളം ഉള്ളത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് നിന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തേതുപോലെ തന്നെ ഇപ്പോഴും വലിയ സഹായങ്ങളൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേന്ദ്ര സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ടപ്പോഴും സാമ്പത്തിക കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കേന്ദ്രത്തിൻ്റെ ഒരു തുറന്ന സമീപനം ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്നറിയില്ല. അങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന് എത്രത്തോളം ഈ ഇന്ധന നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയും എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നായി നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. യെസ്, ഏതായാലും ഇങ്ങനൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സെസ് കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം.